വാഴൂർ മൂപ്പന്റെ കരച്ചിലും കഞ്ഞിക്കുഴിക്കുട്ടന്മാരുടെ തിണ്ണമെടുക്കും. 1912 അന്ത്യോക്യൻ പിതാക്കന്മാരെ തള്ളിപ്പറഞ്ഞ് പൈതൃകവും നഷ്ടപ്പെടുത്തി കഞ്ഞിക്കുഴി കേന്ദ്രമാക്കി IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അല്ല, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്നൊരു പ്രാദേശിക സഭ തട്ടിക്കൂട്ടിയപ്പോൾ ഇവരുടെ മടിയന്മാരായ പിതാമഹന്മാർ ഒരു മണ്ടത്തരം കാണിച്ചു. അന്ത്യോക്യൻ പാരമ്പര്യം അതേപടി കോപ്പിയടിച്ചു. സുറിയാനി ഭാഷ, തക്സ, കുർബാനക്രമം, തബലീത്ത, മറുബാസ, ധൂപക്കുറ്റി എന്നുവേണ്ട അന്ത്യോക്യൻ പാരമ്പര്യമനുസരിച്ചുള്ള വേഷവിധാനങ്ങൾ പേര് പോലും കോപ്പിയടിച്ചു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പ്രാദേശികമായി ആകെ ഉണ്ടായിരുന്നത് ചിരട്ടക്കരി മാത്രമായിരുന്നു. അറബി എന്ന് കളിയാക്കി വിളിക്കുന്ന മത്തായി മൂന്നാമൻ ആദ്യം ആ അറബിയുടെ വേഷം അങ്ങ് പറിച്ചു കളഞ്ഞ് ഒരു കൗബീനം ധരിച്ച് നടക്കുക. ഒടിഞ്ഞ സഭാചരിത്രമൊക്കെ പറയുമെങ്കിലും ലളിതമായി ഞാനത് പറയാം, വിശദമായി പിന്നീട് പ്രതിപാദിക്കാം. ഇപ്രകാരം ഒരു പ്രാദേശിക സഭ, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ ആരംഭിക്കുവാൻ കാരണം ഈ വിശ്വാസി സമൂഹത്തെയെല്ലാം ഒരു കുടക്കീഴിലാക്കി അവരെ കൊണ്ട് പള്ളികൾ പണിയിപ്പിച്ച് അവരുടെ പിരിവെടുത്ത് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഇരുന്ന് സുഖിച്ചു വാഴാം, ആ പണം മൊത്തം സ്വന്തം നിക്കറിന്റെ പോക്കറ്റിലിടാം എന്ന കുടില ചിന്ത മാത്രമായിരുന്നു. അല്ലാതെ വിശ്വാസികളെ നന്നാക്കാനൊന്നും ആയിരുന്നില്ല. കാത്തോലിക്കേറ്റ് സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ നാട്ടുകാർ ഓർക്കും എന്തോ വലിയ സാധനമാണ് സ്ഥാപിച്ചതെന്ന്. കോട്ടയത്ത് ദേവലോകത്തിനടുത്തൊരു ഹൈന്ദവ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ഭൂമിയിൽ ഉണ്ടായിരുന്ന പഴയ കെട്ടിടത്തിൽ ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനം ആരംഭിച്ചതിനാണ് ഈ കാതോലിക്കേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കോട്ടയം കഞ്ഞിക്കുഴി കേന്ദ്രീകരിച്ച് മനോരമയുടെ മരിച്ചുപോയ മുതലാളിമാരുടെയും മുത്തൂറ്റിലെ മൊത്തമൂറ്റ അച്ചായന്മാരുടെയും ആശീർവാദത്തോടെ പച്ചപിടിച്ചു വന്ന ഒരു പ്രസ്ഥാനം എന്നതിലുപരി ഇതിന് വേറൊരു മഹത്വവും കാര്യമായി ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇവന്മാർക്ക് മറ്റൊന്നും പറയുവാൻ ഇല്ലാത്തത് കൊണ്ടാണ്, ആ ശൂന്യത മറയ്ക്കുവാനാണ് തോമാസ് ലീഹയെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്. മാർ തോമാസ് ലീഹ ഇവിടെ വന്നതിനോ ഒരു സഭ സ്ഥാപിച്ചതിനോ ചരിത്രപരമായ യാതൊരു തെളിവും രേഖയും ഇവിടില്ല. ഇരിക്കുവാൻ ഒരു കുരണ്ടിപ്പലക പോലും ഇല്ലാതിരുന്ന ആ പാവത്തിന്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന മഹാനാണത്രേ കോട്ടയം കഞ്ഞിക്കുഴി മൂപ്പൻ എന്നാണ് ഇവന്മാർ മൊണ്ണകളോട് തള്ളിമറിക്കുന്നത്. മാർ തോമാസ് ലീഹയ്ക്ക് സിംഹാസനം ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചാൽ മത്തായിയെ ഞാൻ കാതോലിക്ക എന്ന് തികച്ചു വിളിക്കാം, 1 കോടി രൂപ സമ്മാനമായും നൽകാം. ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഉറപ്പുള്ള ഒരൊറ്റ മോന്മാരുണ്ടെങ്കിൽ തെളിവുമായി വരിക, വെറുതെ വായ്ത്താളം വിട്ടാൽ പോരാ. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചതിന്റെ വാർഷികം എന്ന് പറഞ്ഞ് വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഈ പരിപാടിയുടെ ഏക ലക്ഷ്യം കാതോലിക്ക ദിനപ്പിരിവാണ്, നിർബന്ധിത പിരിവാണിത്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആഴ്ചകൾക്ക് മുമ്പ് അവർക്ക് ലഭിച്ച ആ കവറിൽ ഒരു ദിവസത്തെ അവരുടെ വരുമാനമിട്ട് നൽകണം പോലും. ഈ തുക ഏകദേശം 15-നും 20 കോടി രൂപയ്ക്കും അടുത്തു വരും. വെറും ഒരു കവർ കളക്ഷനിൽ നിന്നുള്ള വരുമാനമാണിതെന്ന് നിങ്ങൾ ഓർക്കണം. ഇതുപോലെ പ്രാദേശികമായി വടിയും പിടിച്ചിരുന്ന് സുഖിച്ച് ഇവനൊക്കെ തിന്ന് ആർമാദിക്കാം എന്നത് മാത്രമാണ് ഈ കാതോലിക്കേറ്റ് ഇവിടെ ഒലത്തിയതിന്റെ ഏക ഗുണം. ഇവിടെ ഇവന്മാർ കാതോലിക്കേറ്റ് കഷ്ടപ്പെട്ട് പണിതുകൊണ്ട് വിശ്വാസികൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. പിരിവ് കൊടുത്ത് മുടിയാം എന്ന് മാത്രം. വിശ്വാസികളുടെ പണം കൊണ്ട് പള്ളികൾ പണിയുക, വിശ്വാസികളുടെ ചെലവിൽ പാതിരിമാർക്ക് ശമ്പളം കൊടുക്കുക, മെത്രാന് കപ്പം കൊടുക്കുക, കാതോലിക്കയ്ക്ക് കാതോലിക്ക ദിനപ്പിരിവ് കൊടുക്കുക, മാമോദിസയ്ക്ക് പണം കൊടുത്ത്, വിവാഹത്തിന് പണം കൊടുത്ത്, കല്ലറയ്ക്കും മരിച്ചടക്കിനും പണം കൊടുത്ത്, ചത്തുകഴിഞ്ഞ് ഓർമ്മക്കുർബാനയ്ക്കും പണം കൊടുത്ത് ഈ മോന്മാരെ തീറ്റിപ്പോറ്റുന്ന വെറും മൊണ്ണക്കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ വിശ്വാസികൾ. കാശ് ചോദിച്ച് ഈ കോമാളി അയക്കുന്ന കുറിമാനത്തിന് ഞങ്ങൾ കൽപ്പന എന്ന് പറയുന്നു. മാത്രമല്ല, ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് മെഴുകുതിരിയും കത്തിച്ചു പിടിച്ച് കുരിശു വരച്ച് നിൽക്കുന്നു. ഇവന്മാരെയൊക്കെ മൊണ്ണകൾ എന്ന് ഞാൻ വിളിക്കുന്നത് ചുമ്മാതല്ല എന്ന് സാരം. വിശ്വാസികളുടെ ഓസിൽ ഞെണ്ണുന്ന ഇവന്റെയൊക്കെ ഇരിപ്പ് കണ്ടോ? രാജാക്കന്മാർ പോലും തോറ്റുപോകും. ഇനി ഇക്കഴിഞ്ഞ കാതോലിക്ക ദിനത്തിൽ ഇവന്മാരുടെ പദം പറച്ചിലും കരച്ചിലും തിണ്ണമെടുക്കുമൊക്കെ നമുക്കൊന്ന് കാണാം. ആരുടെ മുന്നിൽ? മുന്നിലിരിക്കുന്ന മുണ്ണക്കുഞ്ഞുങ്ങളുടെ മുന്നിൽ. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ സത്യം മനസ്സിലാക്കി വേണം ഈ മോന്മാരുടെ വർത്തമാനം കേൾക്കുവാൻ. കാതോലിക്ക ദിനത്തിൽ ആദ്യം നമുക്ക് അൽമായ ട്രസ്റ്റിയുടെ ആ പ്രസംഗം ഒന്ന് കാണാം. പള്ളിയിലാണെങ്കിലും എവിടാണെങ്കിലും ഇവന്റെയൊക്കെ ആത്യന്തിക ആശ്രയം കഞ്ഞിക്കലത്തിലാണെന്ന് വെളിപ്പെടുത്തുന്ന ആ പ്രസംഗം ഒന്ന് കാണുക. ഇത്രയുമൊക്കെ ഉള്ളൂ ഇവന്മാരുടെ ആ സ്പിരിറ്റ്. ഇഡ്ഡലി ദഹിച്ചാൽ എല്ലാം തീർന്നു. മാർ തോമാസ് ലീഹായുടെ പരിശുദ്ധ ശ്ലൈഹീയ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന, കാതോലിക്കേറ്റിന്റെ സ്വാതന്ത്ര്യത്തിന് അടയാളമായിരിക്കുന്ന മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പരിശുദ്ധ ബാബാ തിരുമേനി ഷിബൂറ്റോ മച്ചനോട് ചോദിച്ചു, ഇങ്ങനെ മീറ്റിംഗ് നീണ്ടുപോകുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ഇവർക്ക് വല്ലതും ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഷിബുവച്ചൻ പറഞ്ഞു, ഇല്ല, രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറിൽ ഞാൻ ഒതുക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ദഹിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ വീട്ടിലെത്തിക്കണം, ഇല്ലെങ്കിൽ ആണുങ്ങൾ ഭാര്യയോട് വഴക്ക് പറയും, ഫ്രിഡ്ജിലിരിക്കുന്ന പെട്ടെന്ന് ചൂടാക്കടി എന്ന് പറയും. ഭാര്യമാര് തിരിച്ചു ചോദിക്കും, നിങ്ങൾക്ക് അങ്ങോട്ട് ചൂടാക്കിയാൽ എന്താ, ഞാനും കാതോലിക്ക് നിങ്ങളുടെ കൂടെ പള്ളി വന്ന് അങ്ങനെ വീട്ടിൽ വഴക്കുണ്ടാകാതിരിക്കേണ്ടത് കൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ ആശംസകൾ തീർത്തോളാം. പറയാൻ ഒത്തിരി ഉള്ളതും പറഞ്ഞാൽ തീരാത്തതുമായ ഒരു സഭാ സംവിധാനമാണ് കാതോലിക്കേറ്റ് എന്ന് പറയുന്നത്. ഏക കാതോലിക്ക ആണെന്നും പറഞ്ഞ് നടന്ന ഞങ്ങളുടെ മത്തായി മൂപ്പന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു. അതിൻ്റെ വേവാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഇയാളെ സുന്നകദോസ് തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു. കുറെ പെണ്ണുപിടിയന്മാരായ പരമ ആഭാസന്മാരായ മെത്രാന്മാർ ചേർന്ന് കുലുക്കിക്കുത്ത് നടത്തിയെടുത്ത കാതോലിക്ക ആണിതെന്ന് മനസ്സിലാക്കണം. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പിടിക്കപ്പെട്ടപ്പോൾ എന്നെ എല്ലാം പഠിപ്പിച്ച എൻ്റെ ഗുരുവെന്ന് ബസ്ലേൽ റംബാൻ എന്നോട് വെളിപ്പെടുത്തിയ ക്ലീമിസ് മെത്രാനാണ് മത്തായിയെ വാഴിച്ചത്. ആ സൈഡിൽ ഇതെല്ലാം കണ്ട് ഒതുങ്ങി നിന്ന ബിജുമൻ എന്ന വക്കീലാണ് മത്തായിക്ക് ആ അംശവടി എടുത്തു കൊടുത്തത്. കോടതി തുറക്കുന്നതിന് മുമ്പ് കള്ളൻ മച്ചുപൊളിച്ച് ഇറങ്ങിയതുപോലെ ഇറങ്ങിയയാളാണ് ഞങ്ങളുടെ മത്തായി മൂന്നാമൻ. എന്നിട്ടിപ്പോൾ ഇരുന്ന് തള്ളുന്നത് കാണുക, സമനില തെറ്റി എല്ലാവരെയും ആക്ഷേപിക്കുന്നത് കേൾക്കുക. കത്തോലിക്ക സഭയെ കുറ്റം പറയുന്ന മത്തായി കത്തോലിക്ക സഭയുടെ സ്കോളർഷിപ്പിൽ റോമിൽ പോയി ഓസിൽ യാതൊരു ഒളിപ്പുമില്ലാതെ ഉണ്ട് ഉറങ്ങി ഡോക്ടറേറ്റ് എടുത്തയാളാണ് എന്ന് മനസ്സിലാക്കുക. നിരവധി മെത്രാന്മാർ ഈ സഭയിൽ നിന്നും ഓസിൽ ഇപ്രകാരം പോയി റോമിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അവർ മത്തായി വിളിച്ചു പറഞ്ഞതുപോലെ കണക്ക് പറയാൻ തുടങ്ങിയാൽ ഇയാളുടെ ഇല്ലാത്ത മാനം എവിടെ പോകും? അതുപോലെ അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്ന് മലങ്കര കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ തിരുവനന്തപുരത്തുള്ള പട്ടത്ത് പോയി ആ സഭയുടെ കാതോലിക്ക ക്ലീമിസ് ബാവയിൽ നിന്നും ഈ സ്വീകരണം മത്തായി ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പോൾ അദ്ദേഹവും ഒരു വ്യാജ കാതോലിക്ക ആണെന്നാണ് മത്തായി പറയുന്നത്. 975 ഇവിടെ ഒരു ബദൽ കാതോലിക്കായെ സൃഷ്ടിച്ചു. 2002 വേറൊരു ബദൽ കാതോലിക്കായെ സൃഷ്ടിച്ചു. ഇന്ന് ഇവർ 2025 വേറൊരു ബദൽ കാതോലിക്കായെ സൃഷ്ടിക്കുന്നു. ഇതൊന്നും നമുക്കൊരു പ്രയാസമല്ല. വേറൊരാൾ തിരുവനന്തപുരത്ത് സ്വയം കാതോലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ കേന്ദ്രത്തിൽ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കൽപ്പന ഞങ്ങൾ കൊടുത്തിട്ടില്ല. അത് സ്വന്തമായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നതായിരിക്കാം. റോമിൽ നിന്ന് അങ്ങനെ ഒരു കൽപ്പനയില്ല. അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായിട്ടുണ്ട്, കർദിനാളായിട്ടുണ്ട്. കാതോലിക്ക എന്നുള്ള കൽപ്പന റോമൻ കത്തോലിക്ക സഭ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല മലബാർ കത്തോലിക്കരോ മലബാർ കത്തോലിക്കരോ ലാറ്റിൻ കത്തോലിക്കരോ മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനെ ആർച്ച് ബിഷപ്പെന്നോ കർദിനാളെന്നല്ലാതെ കാതോലിക്ക എന്ന് അവരൊരിക്കലും വിളിക്കാറില്ല. എന്നാലും സ്വയം കാതോലിക്ക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ട്, ഈ ബദൽ കാതോലിക്കമാർക്കൊക്കെ ഒരു മെത്രാനെ വഴിക്കണമെങ്കിൽ വിദേശിയുടെ അനുവാദം വേണം. ഒന്നിൽ അറബിയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ ഇറ്റലിയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അനുവാദം വേണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സ്വതന്ത്രമായി എല്ലാം ചെയ്യാനുള്ള അധികാരം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, മറ്റേതൊരു കാതോലിക്കായോ പാത്രിക്കീസിൻ്റെയോ സ്ഥാനം പോലെ തന്നെ തുല്യമായ സ്ഥാനമുള്ളതാണ് മലങ്കരയിലെ കാതോലിക്കേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല. പിതാക്കന്മാർ തലകുനിച്ചിട്ടുമില്ല. ഒന്നാം കാതോലിക്കായെ വാഴിച്ചു. അത് അബ്ദുൽ മെസ്സിയ പാത്രിക്കീസ് ആണെങ്കിൽ പാത്രിക്കീസിൻ്റെ കൽപ്പനയാണ് രണ്ടാം കാതോലിക്കായ നിങ്ങൾക്കൊരു കാതോലിക്കായ ഇല്ലാതെ വരുമ്പോൾ കാതോലിക്കായെ വാഴിക്കാനുള്ള അധികാരം ഈ സുന്നകദോസിൽ നിക്ഷിപ്തമാണെന്ന് ഉള്ളതുകൊണ്ടാണ് രണ്ടാം കാതോലിക്കായെ ഒരു പാത്രിക്കീസിൻ്റെയും സാന്നിധ്യമില്ലാതെ ഇവിടെ വാഴിച്ചത് 1925. അതുപോലെ തന്നെ മൂന്നാം കാതോലിക്കായെ ഇവിടെ വാഴിച്ചു. നാലാം കാതോലിക്കായെ ഈ സുന്നകദോസിൻ്റെ തീരുമാനം അദ്ദേഹത്തെ വാഴിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പാത്രിക്കീസ് വരാൻ ഇവിടുന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് വന്നു. അങ്ങനെ എല്ലാ കാതോലിക്കന്മാരും ഇവിടെ സ്വതന്ത്രമായി ഈ സുന്നകദോസ് വാഴിച്ചിരിക്കുന്നു. അങ്ങനെ സ്വതന്ത്രമായി ഒരു സുന്നകദോസിന് തീരുമാനമെടുത്ത് വാഴിക്കാൻ കഴിയുന്ന ഏക സഭ മലങ്കര സഭയേ ഉള്ളൂ. അങ്ങനെ വല്ലാതെ വേറൊരു സഭയ്ക്കും അത് സാധിക്കുക. ഈയിടയിൽ പുതിയ ബദൽ കാതോലിക്ക വന്നതിന് ശേഷം പറയുന്നത് കേട്ടു, 2 സഭയായിട്ട് നിൽക്കാം, സഹോദരി സഭകളായിട്ട് നിൽക്കാം. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വീക്ഷണമില്ല. മലങ്കര സഭയ്ക്ക് സഭ ഒന്നേ ഉള്ളൂ. ആ സഭയ്ക്ക് 1600ഓളം പള്ളികളുണ്ട്. ഈ പള്ളികളുള്ളതായ മലങ്കര സഭ ഒന്നായി തന്നെ നിൽക്കാൻ മാത്രമേ മലങ്കര സഭയ്ക്ക് താല്പര്യമുള്ളൂ. ആർക്കും വേണ്ടി മലങ്കര സഭയുടെ പള്ളി ഭാഗിച്ചു കൊടുത്തേച്ച് ഇവിടെ ഇരിക്കാനായിട്ട് മലങ്കരയിലെ കാതോലിക്കായിക്കോ ഒരു സുന്നകദോസിനോ തയ്യാറില്ല. അതുകൊണ്ട് അങ്ങനെ മലങ്കര സഭയിലെ കുറച്ച് പള്ളികളുമായിട്ട് ഞങ്ങളൊരു സഹോദരി സഭയായി നിന്നോളാമെന്ന് പറഞ്ഞാൽ അതൊരു ദിവാസ്വപ്നമെന്നുള്ളത് കവിഞ്ഞ് അതിന് മലങ്കര സഭ യാതൊരു താല്പര്യവും കൊടുക്കുന്നില്ല. അവയുടെ പള്ളികൾ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മലങ്കര സഭയ്ക്കുണ്ട്. മലങ്കര സഭ അതിനു വേണ്ടിയുള്ള എന്തെല്ലാം ശ്രമങ്ങളാണോ അതിന് ഏതറ്റം വരെ പോകണമെങ്കിലോ പോകും. എന്നാൽ അതേ സമയത്ത് മലങ്കര സഭ എന്നും
സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. മലങ്കര സഭ എന്ന് പറയുന്ന ഒരു സഭ, ആ സഭയുടെ മക്കൾ ഒരിക്കലും മലങ്കര സഭയിൽ നിന്ന് വിട്ടുമാറില്ല. അടിമനുഖത്തിലേക്ക് പോകുന്നത് നമുക്ക് പാരതന്ത്ര്യം, അത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ മക്കൾ, നമ്മുടെ മലങ്കര സഭയുടെ മക്കൾ അപ്രകാരം പോകുന്നതിൽ വിലപിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കാരണം വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരു ജനായത്ത രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജനായത്ത രാജ്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരേ തടഞ്ഞു നിർത്താനൊക്കെയല്ല. പക്ഷേ നമുക്ക് ഉള്ളതായ സ്വാതന്ത്ര്യത്തിൽ, നമുക്കുള്ളതായ പള്ളികളിലും നമുക്കുള്ളതായ സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഭദ്രസത്തിലാണ്. അതിന് വിപരീതമായിരിക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരു നേതാവിനെ കണ്ട് സംസാരിച്ചപ്പോൾ ബില്ല് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഒരു രാഷ്ട്രീയ നേതാവിനോട് ചോദിച്ചു. നമ്മൾ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. എത്ര ബില്ല് വന്നാലും ഞങ്ങൾക്ക് വിഷയമല്ല. എത്ര ബില്ലൊക്കെ സെമിത്തേരി ബില്ല് വന്നു, അത് അവർക്ക് ആരെ ഉദ്ദേശിച്ച് വന്നോ അവർക്ക് ഉള്ള ഒരു അടിയേറ്റതുപോലെ അല്ലാതെ വേറൊന്നുമില്ല. ഇനി ഒരു ബില്ല് വന്നിരുന്നാലും സഭയുടെ, മലങ്കര സഭയുടെ കോടതി വിധിക്ക് ഒരു എതിരായിട്ടുള്ള ഒരു ബില്ലുണ്ടാക്കാൻ ആർക്കും കഴിയില്ല. ഈ കേരളത്തിൽ ആർക്കും കഴിയില്ല, കേന്ദ്രത്തിലാണെങ്കിലും കഴിയില്ല, ആർക്കുമില്ല. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമോ നിശ്ചയമായിട്ടും അത് തള്ളപ്പെടും. അതുകൊണ്ട് അതല്ലാതെ 34 ഭരണഘടനയ്ക്ക് വിപരീതമായിട്ട് അല്ലെങ്കിൽ അതിന് ബാധിക്കാതെ ഒരു ബില്ലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു അവർക്ക് കുറച്ചുകൂടെ കൈകെട്ടപ്പെടുമെന്നുള്ളത് കവിഞ്ഞ് വേറൊന്നും ഉണ്ടാവില്ല. അവരുടെ അവകാശങ്ങൾ പാടെ നിർത്തിക്കളയുന്നതായ ഒരു ബില്ലായിരിക്കാനല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചും മലങ്കര സഭയ്ക്ക് അല്പം പോലും പ്രയാസമില്ല. ആര് ബില്ല് കൊണ്ടുവരട്ടെ, ഈ കേരള ഗവൺമെൻറ് ബില്ല് കൊണ്ടുവന്നാലും കേന്ദ്ര ഗവൺമെൻറ് ബില്ല് കൊണ്ടുവന്നാലും നമുക്കൊരു പ്രയാസമില്ല. എന്നോട് പറഞ്ഞ ആളുകളോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ വഖഫ് ബില്ല് വന്നതുപോലെ, വഖഫ് ബില്ലിലെ ഭേദഗതികൾ വന്നതുപോലെ കേരളത്തിലെ സഭകളെക്കുറിച്ചും ബില്ലൊക്കെ ഉണ്ടാകുന്നുവെന്ന് ഇന്നലെയൊക്കെ വാർത്താ മാധ്യമങ്ങൾ കൂടിയൊക്കെ അറിയാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ബില്ലുണ്ടാകുമ്പോൾ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭയുടെയും അല്ല ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ സഭകളെയും സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞ് ഇതിനൊന്നും നമ്മളെ ആരെയും പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കഞ്ഞിക്കുഴി പ്രസ്ഥാനം അല്ലെങ്കിൽ തോലിക്കേറ്റ് വന്നതിൻ്റെ ഏക ഗുണം എന്ന് പറയുന്നത് മാർഗം കൂടിയവർക്ക് വരെ കാതോലിക്ക ആകാനുള്ള അവസരം വന്നു എന്നത് മാത്രമാണ്. ഒടിഞ്ഞ പാരമ്പര്യവാദികളായ ഓർത്തഡോക്സുകാർക്ക് തന്നെ ഇത് അംഗീകരിക്കേണ്ടി വന്നു എന്നതാണ് മറ്റൊരു വിരോധാഭാസം. ഇനി പാതിരി തൊഴിലാളി യൂണിയന്റെ നേതാവിന്റെ ആ പ്രസംഗം ഒന്ന് കാണുക. മത്തായിയുടെ വടി തളർന്നു പോകാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണത്രേ താനെന്ന് ഇയാൾ തന്നെ അഭിമാനിക്കുന്നുണ്ട്. ഇനി ലവന്റെ ആ വായ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കൂതാശപ്പണിക്കാരനാണ്. വീടിക്കറയാണോ പുഴുപ്പല്ലാണോ അതോ വീഞ്ഞു കുടിച്ച് പല്ല് പൊടിഞ്ഞു പോയതാണോ എന്ന് മനസ്സിലാകുന്നവർ ഒന്ന് പറഞ്ഞു തരിക. പിന്നെ പാതിരി മത്തായി വടി പിടിച്ചാലെന്ത്, കുട പിടിച്ചാലെന്ത്, താളല്ലേ കറി, എത്ര തേങ്ങ അരച്ചിട്ടും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക. ഓരോ കാലഘട്ടത്തിലും മലങ്കര സഭയ്ക്ക് ഓരോ വിധം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. 2025 നാം എത്തുമ്പോൾ മലങ്കര സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചരിത്രത്തെ വാഗൊണ്ട് നിർമ്മിക്കുന്നവരുടെ കടന്നുകയറ്റങ്ങളുടെ നടുവിൽ യൂട്യൂബുകളിലൂടെയും ആക്ഷേപഹാസ്യങ്ങളിലൂടെയും ഒരു സമുദായത്തെ ഇല്ലാതാക്കാം എന്ന് തെറ്റിദ്ധരിച്ച് പണിയെടുക്കുന്ന ചില കൂലിത്തൊഴിലാളികളുടെയും നടുവിൽ ആ ഒരേ ഒരു മലങ്കര സുറിയാനി ക്രിസ്ത്യാനീസ് അസോസിയേഷൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു കാതോലിക്ക ബാബായേ ഉള്ളൂ. ഒരേ ഒരു മലങ്കര മെത്രാപ്പോലീത്ത തിരുമേനിയേ ഉള്ളൂ. അതാണ് മലങ്കരയുടെ സിംഹാസനത്തിൽ, മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാഴുന്ന പരിശുദ്ധ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബാ തിരുമേനി. അതുകൊണ്ടാണ് ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഒളിച്ചും പാത്തും വടി പിടിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ ബാബാ തിരുമേനിക്കില്ല. നമ്മൾ കണ്ടു, ഒരാളെ കസേരയെ പിടിച്ച് ഉയർത്തിയപ്പോൾ പുള്ളിയുടെ വടിയും ഇല്ല, സ്ലീബായും ഇല്ല, ഒന്നുമില്ലേ. പക്ഷെ എയർപോർട്ടിൽ വന്നപ്പോൾ ഈ സാധനമൊക്കെ പുള്ളിയിലുണ്ട്. ആ ഗതികേട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ഇല്ല. അത് എന്തുകൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ഇല്ലാതെ പോകുന്നത്? പരമമായ ഒരു ജനാധിപത്യ ബോധ്യത്തോടെ ഇടവകയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനാൽ ഓക്സിയോസ് വിളിച്ച കാതോലിക്ക ബാബയാണ് മലങ്കര സഭയുടെ സിംഹം. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് സഭയായ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ കിറിൽ പാത്രികീസ് ബാബയെ കാണുമ്പോഴും ഞങ്ങളുടെ ബാബ വടി പിടിക്കും. ഞാനാ പിടിച്ചത് വടി. റോമൻ പാപ്പയെ കാണാൻ പോകുമ്പോഴും എന്റെ ബാബ വടി പിടിക്കും, ഞാൻ പിടിച്ചിട്ടുണ്ട്. അല്ലാതെ എയർപോർട്ടിൽ പെട്ടിക്കൊണ്ടൊന്ന് പിടിക്കുന്ന ബാബ അല്ല ഞങ്ങളുടെ ബാബ. പിന്നെ അവിടെ കൊടുക്കാത്ത ചില സ്ഥാനങ്ങളുണ്ട്. ഓരോ ദിവസവും മനോരമക്കാരുടെ കയ്യിലൂടെ പുള്ളി ഓരോരോ സ്ഥാനം എടുത്തോണ്ടിരിക്കുക. പ്രഥമനില്ലായിരുന്നു, ഇപ്പം പ്രഥമനായി.
മഫ്രിയാനായിരുന്നു. ഇനി എന്തൊക്കെയാ അച്ഛൻ ഒരു അബദ്ധം കാണിച്ചു, കുറെ പേര് പറഞ്ഞു കൊടുത്തു, നാളെയൊക്കെ പുള്ളിക്കത് വരും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. അച്ഛൻ കുറേയേറെ കാര്യം പറഞ്ഞു. ഇന്ത്യയുടെ വാതിൽ തറവോത് കോൽ ഹിന്ദുവായോ, മലങ്കയുടെ രാജകുമാരൻ, ഇതെല്ലാം നാളെ കാണാം, ഇതെല്ലാം നാളെ കിട്ടും. കാരണം ഇതൂടെ കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇതൂടെ വെക്കണമല്ലോ, എഴുതണമല്ലോ. ഇങ്ങനെ പേപ്പറുകളിൽ സൃഷ്ടിക്കുന്ന, കൊണ്ട് സൃഷ്ടിക്കുന്ന, നവമാധ്യമങ്ങളോട് സൃഷ്ടിക്കപ്പെടുന്ന ഈ ഒരു പശ്ചാത്തലങ്ങളുടെ നടുവിൽ അവന്റെ സ്വാതന്ത്ര്യബോധത്തിനും വില പറഞ്ഞവരൊക്കെ ദുഃഖിച്ചിട്ടുണ്ട്. ദുഃഖിച്ച ചരിത്രമേ ഉള്ളൂ. അവരൊക്കെ ദുഃഖിച്ച് കടന്നുപോയ ചരിത്രമാണ് വർത്തമാനകാല ജീവിതാനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമാണ് ഞാൻ ഓർമ്മിപ്പിക്കുമ്പോൾ. അതുകൊണ്ട് മലങ്കര സഭയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. തിരുമേനി സൂചിപ്പിച്ചു, മലങ്കര സഭയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം ഇതൊന്നും മലങ്കര സഭയുടെ ഗാത്രത്തിൽ ഒരു പുതിയ സംഭവമല്ല. കഞ്ഞിക്കുഴിയിൽ ഒരു തോലിക്കേറ്റ് ഉണ്ടാക്കിയത് കൊണ്ട് കുറെ പൂച്ചാണ്ടികൾക്ക് തൊഴിലുറപ്പ് കിട്ടി, അതിന്റെ മറവിൽ അവന്മാർക്ക് തീവട്ടിക്കൊള്ള നടത്താം, വ്യഭിചാരം നടത്താം എന്നുള്ളതിൽ കവിഞ്ഞ് വിശ്വാസികൾക്കോ ഈ നാടിനോ ഈ നാട്ടുകാർക്കോ നിന്നെ കൊണ്ടൊക്കെ എന്ത് പ്രയോജനം മോന്മാരെ? ക്രിസ്തുവിനെ നാറ്റിക്കുവാൻ നടക്കുന്ന ഈ മോന്മാർ, നിനക്കൊന്നും പട്ടിയുടെ വില പോലും യുവതലമുറ തരില്ല എന്ന് മനസ്സിലാക്കുക. എത്രയും വേഗം നിന്റെയൊക്കെ ഈ അളിഞ്ഞ പരിപാടി നിർത്തി വല്ല വാർക്കപ്പണിക്കും പോയാൽ നാട്ടുകാർക്കെങ്കിലും കിടക്കപ്രതി ഉണ്ടാവും. കാതോലിക്കേറ്റ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.